നമസ്കാരം. കേരള സർക്കാരിലെ ഭരണത്തിന് കീഴിൽ ഒരു കണക്കും വഴക്കുമില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ നടക്കുന്നതെന്നാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഈ അടുത്ത കാലം നടന്ന ഏറ്റവും വലിയ ഒരു സർക്കാർ പരിപാടിയാണ് ജനസദസ് എന്ന് പറയുന്ന ഒരു കേരള യാത്ര നടത്തിയത്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് മന്ത്രിസഭ ഇതാ സഞ്ചരിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഒന്നാകെ എന്നാണ് അന്ന് അതിൽ ഏറ്റവും അധികം അവർ തലക്കെട്ട് ഇട്ടത്. മന്ത്രിസഭ മൊത്തമായി ഒരു വാഹനത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ കൃത്യമായിട്ടും അതൊരു സർക്കാർ പരിപാടി തന്നെയാണ്. പരിപൂർണമായും സർക്കാർ പരിപാടിയാണ്, ഔദ്യോഗിക പരിപാടി തന്നെയാണ്. അവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇതൊരു സർക്കാർ പരിപാടിയാണ്, ഔദ്യോഗിക പരിപാടിയാണ്. അതുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളുടെ മതിലൊക്കെ ഇടിച്ചപ്പോൾ അത് സർക്കാർ പരിപാടി ഗംഭീരമാക്കാൻ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. അതൊരു സ്വകാര്യ പരിപാടി അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർക്കാർ പരിപാടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ കണക്കിൽ ആ കണക്ക് ബുക്കിൽ കാര്യങ്ങൾ കണക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുന്ന സമ്പ്രദായം ഇവിടെ ആവശ്യമില്ല. കാരണം ജനങ്ങളുടെ പണമാണ് സർക്കാർ ഉപയോഗിക്കുന്നത്, സർക്കാരിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സർക്കാരിൻ്റെ ഏത് ചെലവിനും മന്ത്രിമാർ യാത്ര പോകുന്നതായിരുന്നാലും വണ്ടികൾ പെട്രോൾ അടിച്ചതായിരുന്നാലും ആഹാരം കഴിക്കുന്നതായിരുന്നാലും എന്തായാലും അതെല്ലാം ജനങ്ങളുടെ കാശാണ്. അപ്പോൾ ജനങ്ങളുടെ കാശ് ആഡിറ്റിന് വിധേയമാണ്. അങ്ങനെ ആഡിറ്റിന് വിധേയമാകേണ്ട പരിപാടി തന്നെയാണ് ഈ ജനകീയ സദസ്സ് എന്ന് പറയുന്ന ഈ 10-40 ദിവസം കേരളത്താകെ കൊട്ടിഘോഷിച്ച് നടന്നത് അടിയും പിടിയും ബഹളമായിട്ടൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ ആ പദ്ധതിയുടെ ചെലവ് എത്രയെന്ന് ഇപ്പോൾ വിവരാവകാശ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് പല ജില്ലകളിലും. കാരണം ഓരോ സ്ഥലത്തും ഓരോ ജില്ലാ ഭരണകൂടമാണ് ഈ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. കളക്ടറും കളക്ടറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഓരോ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ് ആ പദ്ധതി അവിടെ ഈ സദസ്സ് നടത്തേണ്ടത്. അതിന്റെ ചുമതല അവർക്കായിരുന്നു. പിന്നെ കൂടാതെ പാർട്ടിക്കാരെയും മറ്റുമൊക്കെ ചേർത്തെടുത്ത മറ്റ് ജനപ്രതിനിധികളെ ചേർത്തെടുത്ത ഒരു പ്രാദേശിക സമിതികളും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ പരിപാടി നടത്തിയിട്ട് ഓരോ ജില്ലയിലെയും കളക്ടർമാരോട് ഇപ്പോൾ വിവരാവകാശം ചോദിക്കുകയാണ്. എത്ര രൂപയായി നിങ്ങളുടെ ജില്ലയിൽ ജനകീയ സദസ്സ് നടത്താൻ? ഒരൊറ്റ ജില്ലയിലെ കളക്ടർമാർക്കും ജില്ലാ ഭരണകൂടത്തിനും കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾക്കറിയില്ല എന്ന ഒറ്റ ഉത്തരമാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഇങ്ങനെയായിരുന്നു. പലപ്പോഴും പലരും ചോദിക്കും എനക്കറിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുമായിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് പഠിച്ചിരിക്കുന്നു. ഓരോ ജില്ലയിലെയും കളക്ടർമാരും ജില്ലാ ഭരണകൂടവും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കറിയില്ല. അപ്പൊ പിന്നെ അവിടെ കേരള സദസ്സ് നടന്നു. കേരള സദസ്സിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ പോയി. നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ചു. ആ പരാതികൾ എന്തായി? അത് കുറേയൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാര് നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓരോരോ സ്ഥലത്ത് പോയി നിങ്ങൾ ജോലി ചെയ്തത് കൃത്യമായിട്ട് ഒരു സർക്കാർ പരിപാടി തന്നെയാണ്. അപ്പോൾ അവിടെ എത്ര രൂപ ചെലവായി? ഇത്തരം വലിയ പന്തൽ കെട്ടാനും ആൾക്കാരൊക്കെ വന്നിരിക്കാനും അവരെ ഇരിക്കാനും ആഹാരം കൊടുക്കാനും ഒക്കെ ആയിട്ട് എത്ര രൂപ ചെലവായി? കാരണം സർക്കാർ പരിപാടിയാണല്ലോ. അത് എത്ര രൂപ ചെലവായി എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതാണ്. ഞങ്ങൾക്കറിയില്ല, ഇതാണ് ഉത്തരം. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്കറിയില്ല, ഇതാണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെ തന്നെ ഞങ്ങൾക്കറിയില്ല എന്നുള്ള ഉത്തരം തന്നെ കിട്ടുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് വിവരാവകാശ പ്രവർത്തകർ വിവരാവകാശം അപേക്ഷ കൊടുത്തപ്പോൾ അവരതിനകത്ത് ഒരു കാര്യം കൂടി ചേർത്താണ് കൊടുത്തത്. അവർ കൊടുത്തതെന്ന് വെച്ചാൽ വിവരാവകാശ നിയമപ്രകാരം വകുപ്പ് 6(3) എന്ന് പറയുന്ന വകുപ്പുണ്ട്. വിവരാവകാശ നിയമപ്രകാരം വകുപ്പ് 6(3) എന്ന് പറയുന്ന വകുപ്പ്. ആ വകുപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ അറിയാവുന്ന വകുപ്പിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മേലധികാരികളിലേക്കോ ഞങ്ങളുടെ ഈ അപേക്ഷ നിങ്ങൾ ഫോർവേഡ് ചെയ്യണം എന്ന വകുപ്പാണ് ഈ 6(3) എന്നുള്ള വകുപ്പ്. അതനുസരിച്ച് നിങ്ങൾ ഞങ്ങളുടെ അപേക്ഷ മുകളിലേക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ള ഉത്തരമല്ല തരേണ്ടത്. പകരം ഞങ്ങളുടെ അപേക്ഷ മുകളിലേക്ക് ഫോർവേഡ് ചെയ്ത് അറിയാവുന്ന ഉത്തരം ഞങ്ങൾക്ക് എത്തിക്കണം. പക്ഷേ ഈ ഇൻഫർമേഷൻ ഓഫീസർമാർ, ഓരോ പ്രദേശത്തെ ഇൻഫർമേഷൻ ഓഫീസർമാർ, ഓരോ ജില്ലയിലും ഇൻഫർമേഷൻ ഓഫീസർമാർ ഇത്തരത്തിൽ അപേക്ഷ ഫോർവേഡ് ചെയ്തിട്ടുമില്ല. ഈ വകുപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപേക്ഷയിൽ പറഞ്ഞിട്ട് പോലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ ഇൻഫർമേഷൻ ഓഫീസർമാർ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ തന്ത്രം എന്തെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകണം. അവസാനം നമ്മൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന് പോയി, പിന്നെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസിൽ പോയി, പിന്നെ വിവരാവകാശ കമ്മീഷണറുടെ അടുത്ത് പോയി അവിടെ നിന്ന് വിവരം കിട്ടി ഒക്കെ എടുക്കണം. അപ്പോൾ അതിന് കാലം നീണ്ടു പോകണം. അപ്പോൾ കാലം നീണ്ടു പോകുമ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയണം.
അപ്പോൾ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കണക്കുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കണക്കുകൾ പുറത്തു വരാതിരുന്നാൽ അത് അതിൻ്റെ ദോഷം ഉണ്ടാകും. അതാണ് ഇപ്പോൾ കാണുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത്, ഭരണകൂടത്തിന്റെ തന്ത്രം എന്ന് പറയുന്നത്. എന്തായാലും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു ഗവൺമെന്റിനും, ജനകീയ ഗവൺമെന്റിനും ഒരുപാട് കാലമൊന്നും ഇങ്ങനെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഒരു പ്രകൃതി നിയമമാണ്. അത് ജനാധിപത്യ നിയമവും കൂടിയാണ്. അത് ഇവിടുത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കുന്നത് നന്ന്.